ടാങ്കിൽ ഷ്രിമ്പ് മാത്രമേ ഉള്ളൂ, എന്തായാലും കൂത്താടി വരും. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഫിഷിനെ ആഡ് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. അതേപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഫിഷിന്റെ പോപ്പുലേഷൻ കൂടാതെ നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മൾ നോർമലി എല്ലാ ടാങ്കിൽ കൂടെയും പ്ലാറ്റി, സോട്ടയിൽ ഈ 2 വെറൈറ്റീസിനെയാണ് ആഡ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നത്. ഓരോ ടാങ്കിലോട്ട് 30-40 പീസൊക്കെ പ്ലാറ്റി ആകുമ്പോൾ അവരെ പിടിച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് എല്ലാ ടാങ്കിലും ഞാൻ ഗപ്പീസിനെ സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനിഷ്യലി നമ്മളൊരു 3 സ്ട്രെയിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഗപ്പീസ് ചെയ്യുമ്പോൾ അവരുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും കുറച്ച് എഫോർട്ട് നമ്മൾ ഇട്ടേ പറ്റുള്ളൂ അല്ലേ. ഷ്രിമ്പ് ടാങ്കിൽ ഗപ്പീസിനെ ബ്രീഡ് ചെയ്യാനായിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്, ഫീഡിങ്ങിന്റെ കാര്യങ്ങളെല്ലാം വരുന്ന വീഡിയോസിൽ ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം. നിലവിൽ നമ്മൾ ചൂസ് ചെയ്തേക്കുന്നതിൽ ഫുൾ ഗോൾഡും ഉണ്ട്, HB റെഡ് റോസും ഉണ്ട്. ഇതാണ് മേജറായിട്ട് നമ്മൾ കളക്ട് ചെയ്തേക്കുന്ന വെറൈറ്റി. ഈ ഐറ്റം ബ്രീഡായി വരുന്നേ ഉള്ളൂ കേട്ടോ. ഗപ്പീസോ പ്ലാറ്റീസോ എന്തും ആയിക്കോട്ടെ, നമ്മുടെ ഷ്രിമ്പിനെ എന്തായാലും കഴിച്ചു പോകും. പക്ഷെ പ്ലാറ്റീസിനെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കഴിച്ചു പോകുന്ന ഷ്രിമ്പിന്റെ എണ്ണമായിട്ട് നമുക്ക് ടാലി ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതേസമയത്ത് ഗപ്പി ആണെങ്കിൽ നമുക്കത് മാർക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഗപ്പീസിനെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത്. കുറെ കാലത്തിന് ശേഷമാണ് ഗപ്പീസിനെ ബ്രീഡ് ചെയ്യുന്നത്. എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റത്തിന് മാത്രമേ നമ്മൾ ബ്രീഡ് ചെയ്യുന്നുള്ളൂ. സെയിലിനാകുമ്പോഴത്തേക്ക് നമ്മുടെ കാറ്റലോഗിൽ ഇതിന്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഷ്രിമ്പിന്റെ കുട്ടികളെ തിന്നുന്നതിന്റെ എണ്ണം കുറയ്ക്കാനായിട്ട് ഇപ്പൊ നിലവിൽ ചൂസ് ചെയ്തേക്കുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഗപ്പീസിന് ഫീഡ് ചെയ്യാന്നുള്ളതാണ്. അതിൽ ഒരു നേരം ലൈവ് ഫീഡ് ചെയ്യുക, ബാക്കി 2 നേരം പെല്ലറ്റ് ഫീഡ് ചെയ്യുക. ഈ പെല്ലറ്റ് ഫീഡിന്റെ വേസ്റ്റും ആര് കഴിച്ചോളും? ഷ്രിമ്പ് കഴിച്ചോളും.